കേരള സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര 2026 ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാന തലത്തിൽ 100 കോടി രൂപ വിതരണം ചെയ്തു. അതിനോടനുബന്ധിച്ച് പേരാമ്പ്ര ഉപജില്ലാ ഓഫീസ് 3.75 കോടി രൂപ വിതരണം ചെയ്തു. വായ്പാ വിതരണം ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ MLA നിർവഹിച്ചു. നമ്മുടെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് വിതരണം ചെയ്യപ്പെടുന്ന ആദ്യത്തെ വായ്പ വിതരണമാണ് ഇന്ന് എറണാകുളത്ത് വെച്ച് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി നിർവഹിച്ചിട്ടുള്ളത്. 100 കോടി എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് അല്ല. സംസ്ഥാനത്തുടനീളം ആവശ്യമുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, പിന്നോക്കാവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും സമ്പൂർണമായിട്ട് ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടലാണ് ആദ്യം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് 3.75 കോടി രൂപ നമുക്ക് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലേക്ക് ലഭിച്ചു എന്നും അത് ഇന്ന് തന്നെ ഉദ്ഘാടന ദിവസം തന്നെ നമുക്ക് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് അർഹരായിട്ടുള്ള ആളുകളുടെ കരങ്ങളിലേക്ക് തന്നെ എത്തി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും മുന്നോട്ടുള്ള ആളുകൾക്ക് പ്രചോദനമാകുന്ന രൂപത്തിൽ ഇടപെടലുകൾ നടത്താനും അവർക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിൽ പരിഗണനയും പിന്തുണയും നൽകാനും നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. ഇപ്പം ഇവിടെ സംസാരിച്ചിട്ടുള്ള രീതിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. അതായത് ആദ്യം തൊട്ടേ പേരാമ്പ്രയിൽ നിന്നാണ് കൂടുതൽ ലോണ് കോഴിക്കോട് ഓഫീസിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഇവരുടെ ഒരു പ്രവർത്തനം കൊണ്ടാണ് അന്ന് കോഴിക്കോട് ഓഫീസിലേക്ക് നമുക്ക് ഈ സ്ഥലങ്ങളിൽ നിന്നും അധികം വായ്പകൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് പേരാമ്പ്ര ഓഫീസ് ഏറ്റവും ബെസ്റ്റ് ഓഫീസായിട്ട്, ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോൺ കൊടുക്കുന്ന ഓഫീസാണ് നമ്മൾ. നിങ്ങൾക്കൊക്കെ പോകാനുള്ള തിരക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അധികം സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇപ്പം മാനേജർ സംസാരിച്ചതുപോലെ കേരളത്തിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ വായ്പ വിതരണം ചെയ്ത ഒരു ഉപജില്ലാ ഓഫീസ് അത് പേരാമ്പ്ര ഉപജില്ലാ ഓഫീസാണ്. 20 കോടി രൂപയാണ് ഒരു കൊല്ലത്തേക്ക് നമുക്ക് ടാർഗറ്റ് തന്നതെങ്കിൽ 45 കോടി രൂപ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേരാമ്പ്ര സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഓഫീസും കൂടിയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ മിനി സിവിൽ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ ഓഫീസ് പേരാമ്പ്ര തന്നെയാണ്. സ്വയം തൊഴിൽ എന്ന് പറഞ്ഞിട്ടുള്ള ലോൺ നമ്മൾ കൊടുക്കുന്നത്, നമുക്കതിന് ഫണ്ട് തരുന്നത് 2 സെൻട്രൽ ഏജൻസികളാണ്. NMDFC, NBCFDC, നാഷണൽ മൈനോറിറ്റിയും അതേപോലെ നാഷണൽ ബാക്ക്വേർഡും. ഈ 2 ഏജൻസികളാണ് നമുക്ക് ഫണ്ട് തരുന്നത്. അതുകൊണ്ട് തന്നെ പലിശയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഈ സ്വയം തൊഴിൽ വായ്പ മൈനോറിറ്റിയിൽ പെട്ടിട്ടുള്ള, അതായത് ക്രിസ്ത്യൻ, മുസ്ലിം തുടങ്ങിയിട്ടുള്ള ആളുകളാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് വെറും 6% പലിശയ്ക്ക് നിങ്ങൾക്ക് വായ്പ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 3 ലക്ഷം രൂപയുടെ താഴെയാണ് നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനമെങ്കിൽ 6% പലിശയ്ക്കും, ഇനി 3 ലക്ഷം രൂപയ്ക്കും 8 ലക്ഷം രൂപയ്ക്കും ഇടയിലാണ് നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനമെങ്കിൽ 8% പലിശയ്ക്കും നിങ്ങൾക്ക് വായ്പ കിട്ടും. ഇനി OBCയിൽ പെട്ടിട്ടുള്ള ഹിന്ദുക്കളിൽ OBC ആയിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് 1,25,000 രൂപയുടെ താഴെയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 6%, അതിന് മുകളിലേക്കാണെങ്കിൽ 8% പലിശ വരുന്നത്. പേരാമ്പ്ര ഉപജില്ലാ മാനേജർ ബേബി റീന അധ്യക്ഷത വഹിച്ചു. സ്വയം തൊഴിൽ വായ്പാ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വട്ടക്കണ്ടിയും, എൻ്റെ വീട് വായ്പാ വിതരണം പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിനോദും, വിദ്യാഭ്യാസ വായ്പാ വിതരണം രവീന്ദ്രൻ കേളോത്തും നിർവഹിച്ചു. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിതേഷ് മുതുകാട്, അഞ്ജു മാടത്തിൽ, ഷബീബ് K, ശബരിദാസ്, ഗോകുൽദാസ് എന്നിവർ ആശംസ അറിയിച്ചു.